ബീഹാർ തെരഞ്ഞെടുപ്പ് വെറുമൊരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണയിക്കുന്ന നിർണായക സന്ദർഭമായി മാറുകയാണ്. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ജാതി സെൻസസിനെയും 3 ഉപമുഖ്യമന്ത്രിമാരെയും മുൻനിർത്തി സാമൂഹ്യനീതി എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തുമ്പോൾ നിതീഷ് കുമാറിന്റെ NDA സഖ്യം 35% സ്ത്രീ സംവരണത്തിലൂടെ നാരി ശക്തിക്ക് ഊന്നൽ നൽകി പ്രതിരോധം തീർക്കുന്നു. ഇരു മുന്നണികളുടെയും ഈ വ്യത്യസ്ത തന്ത്രങ്ങൾ വോട്ടർമാരെ 2 ധ്രുവങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ദുർബലമായ വിജയ ശതമാനവും അധിക സീറ്റുകൾക്കായുള്ള പിടിവാശിയും സഖ്യത്തെ അകത്തുനിന്ന് കൂടുതൽ ദുർബലപ്പെടുത്തുമ്പോൾ NDAയിലെ BJP-JDU സീറ്റ് തർക്കം മറുവശത്തും അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുന്നു. സഖ്യകക്ഷികളുടെ ആഭ്യന്തര യുദ്ധവും സമുദായ സമവാക്യങ്ങളും ഏറ്റുമുട്ടുന്ന ഈ പോരാട്ടത്തിൽ ബീഹാറിന്റെ വിധി നിശ്ചയിക്കുക കൂട്ടായ്മയുടെ ശക്തി അതിജീവിച്ച് മുന്നോട്ട് വരുന്ന തന്ത്രങ്ങൾക്ക് മാത്രമായിരിക്കും. നവംബർ 14 ഫലം വരുമ്പോൾ ഏത് തന്ത്രമാണ് വിജയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. RJD നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് 3 ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കാനാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. ദലിത്, മുസ്ലിം, അതീവ പിന്നോക്ക വിഭാഗം എന്നിവർക്ക് ഉപമുഖ്യമന്ത്രി പദവി നൽകി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ഉറപ്പാക്കുക എന്നതാണ് അവരുടെ മുഖ്യ രാഷ്ട്രീയ തന്ത്രം. ഭരണപങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ഈ നീക്കം സാമൂഹ്യനീതിയുടെ പേരിൽ വോട്ടുകൾ ഏകീകരിക്കാൻ സഹായമാകുമെന്നാണ് വിലയിരുത്തൽ. RJD നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമ്പോൾ ഭരണപങ്കാളിത്തം വിപുലീകരിക്കാനാണ് സഖ്യം ശ്രമിക്കുന്നത്. ബീഹാറിലെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തി സർക്കാരിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ സഖ്യം ലക്ഷ്യമിടുന്നത്. ഈ സാമൂഹ്യനീതി ഉറപ്പാക്കൽ പ്രഖ്യാപനം സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന വിഷയമാകും. എങ്കിലും സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോൺഗ്രസിന്റെ ദുർബലമായ അവസ്ഥ തുറന്നുകാട്ടുന്ന ഒന്നാണ്. 243 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ഭാഗമായ RJD 125 സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് വിവരം. 2020 മത്സരിച്ച 143 സീറ്റുകളേക്കാൾ 19 സീറ്റുകൾ കുറവായിരിക്കും RJDക്ക് ലഭിക്കുക. കോൺഗ്രസ് 50 മുതൽ 55 സീറ്റുകളിലും ഇടതുപക്ഷം 25 സീറ്റുകളിലും മത്സരിച്ചേക്കും. ബാക്കി സീറ്റുകളിൽ VIP, LJP, പശുപതി കുമാർ പരസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച തുടങ്ങിയ പാർട്ടികളും പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചേക്കും. 2020 4 സീറ്റിൽ മത്സരിച്ച CPIM ഇത്തവണ 8 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഭൂതിപൂർ, മാഞ്ചി സീറ്റുകൾ പാർട്ടി ജയിച്ചപ്പോൾ 2 ഇടങ്ങളിൽ പരാജയപ്പെട്ടത് 500 വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ. ഇവയ്ക്ക് പുറമെ സംസ്ഥാന കമ്മിറ്റി യോഗം കണ്ടെത്തിയ മറ്റ് 4 സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. കോൺഗ്രസിന്റെ ചരിത്രപരമായ കുറഞ്ഞ വിജയ ശതമാനം മറ്റ് ഘടകകക്ഷികളെ ചൊടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ആവശ്യപ്പെടുന്ന പല സീറ്റുകളും സഖ്യത്തിന് വിജയിക്കാൻ സാധ്യത കുറവാണെന്നും പാർട്ടി സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് RJD ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പ്രധാന വിമർശനം. ബീഹാർ രാഷ്ട്രീയം ഇത്തവണ സമുദായ സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അതിശക്തമായ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 3 ഉപമുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രം ബീഹാറിൽ BJP നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന് വലിയ തിരിച്ചടിയാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ നീതിക്കും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ചരിത്രപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാരി ശക്തി ദർശനത്തിന്റെ പ്രതിഫലനമായി ബീഹാർ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംഭരണം ഏർപ്പെടുത്തി. ബീഹാർ തെരഞ്ഞെടുപ്പ് വെറുമൊരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണയിക്കുന്ന ഒരു നിർണായക സന്ദർഭം കൂടിയായി മാറുകയാണ്. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ജാതി സെൻസസിനെയും 3 ഉപമുഖ്യമന്ത്രിമാരെയും മുൻനിർത്തി സാമൂഹ്യനീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ നിതീഷ് കുമാറിന്റെ NDA സഖ്യം 35% സ്ത്രീ സംവരണത്തിലൂടെ നാരി ശക്തിക്ക് ഊന്നൽ നൽകി പ്രതിരോധം തീർക്കുന്നു. ഇരു മുന്നണികളുടെയും ഈ വ്യത്യസ്ത തന്ത്രങ്ങൾ വോട്ടർമാരെ 2 ധ്രുവങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ്. ബീഹാറിൽ ഓരോ ദിവസം ചെല്ലുന്തോറും പോരാട്ടം മുറുകുകയാണ്. രാജ്യവും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കാണാനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.